ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും പാലൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. വാലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് പാലിന് ഞാൻ ഇവിടെ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഗോതമ്പ് പൊടിയും 1/2 കപ്പ് തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കാണ്ട് കേട്ടോ. നമുക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള ട്രേ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ഞാൻ അടിയിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ട്രേ ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒന്ന് അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ കുറുക്കി കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ കൈവെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓൾമോസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് ആവശ്യമായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മൊത്തം ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഒരു സ്പാച്ചിലൊക്കെ വെച്ച് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഓറഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ ഓറഞ്ചിൽ നല്ലപോലെ ഒന്ന് പ്യൂരി ആക്കി എടുത്ത് ഇനി 3 എണ്ണം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 1 കപ്പ് അളവിലാണ് ഓറഞ്ചിൻ്റെ നല്ല പ്യൂരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ടീസ്പൂൺ വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയിട്ടെടുക്കാം. ഒരു ജെല്ലി രൂപത്തിലാക്കി മാറ്റാം കേട്ടോ. ഒരു 3-4 മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മളിതുപോലെ നല്ല സെറ്റ് ചെയ്ത് റോൾ ചെയ്തെടുക്കുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു സ്വീറ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടി പാലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം.